ഞാനുണ്ടല്ലോ ചെറുപ്പം മുതലേ പപ്പടം കഴിക്കാത്ത ഒരാളാണ് കേട്ടോ. പക്ഷേ പപ്പടം വെച്ചതാ ഇതുപോലെ ചെയ്തപ്പോൾ ഉണ്ടല്ലോ എൻ്റെ പാത്രം കാലിയായത് ഞാൻ അറിഞ്ഞില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പപ്പടം വെച്ചിട്ട് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ചധികം ചെറിയ ഉള്ളിയും കുറച്ച് വറ്റൽമുളകും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അതിലേക്ക് പുളി കുതിർത്ത വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഞാൻ പപ്പടം പൊരിച്ചെടുക്കുന്നുണ്ട്. ഒരു 3 പപ്പടം പൊരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് പപ്പട ചമ്മന്തിയാണ് കേട്ടോ. പപ്പടമൊക്കെ പൊരിച്ചെടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് ഇതുപോലെ പൊടിച്ചെടുക്കാം. പൊടിച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഒരു ഉള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അടിപൊളിയായിട്ടുള്ള പപ്പട ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. നമ്മളിന്ന് മടി പിടിച്ച ദിവസമാണ്, അല്ലെങ്കിൽ കറി വെക്കാനൊന്നും ഇല്ലാത്ത ഈ ഒരു പപ്പട ചമ്മന്തി മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. എന്നാൽ വേഗം പോയി ഉണ്ടാക്കിക്കോളിയും. ഓക്കെ, ബൈ.